സിഗരറ്റിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. നമ്മൾ ചുക്കാൻ്റെ ഇതിനെപ്പറ്റിയ പഠനം നടക്കും. നമ്മൾ അതിനെക്കാട്ടി മാരകമായിട്ടുള്ളൊരു ഇതാണ് അത് പൊതിയുന്ന പേപ്പറിൻ്റെ സ്മോക്ക് എന്ന് പറയുന്നത്. അത് വലിച്ചു കയറ്റുന്നുണ്ട്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ നമ്മൾ ലാക്കിങ് ആണ്, പഠനങ്ങൾ ലാക്കിങ് ആണ്. ഈ പേപ്പർ കത്തിക്കുമ്പോഴത്തേക്ക് ഒത്തിരിയധികം ടോക്സിക് സാധനങ്ങൾ നമ്മൾ വലിച്ചു കയറ്റുന്നുണ്ട്. ആ പേപ്പറിനെ പറ്റി നമ്മൾ ഒരിക്കലും റിസർച്ച് നടത്താറില്ല. നമ്മൾ അതിനകത്തുള്ള ഇതിനെപ്പറ്റി റിസർച്ച് നടത്താറില്ല. ഇത് സാധാ പേപ്പർ, നമ്മുടെ സാധാ സിഗരറ്റിൻ്റെ പേപ്പറിൻ്റെ കാര്യമാണ്. അല്ലല്ല, ഞങ്ങൾ സ്റ്റൊമക്ക് കൊണ്ട് വിവക്ഷിക്കുന്നത് ആമാശയത്തെയാണ്. അപ്പോൾ സാധാരണ ഒരാൾ സ്റ്റൊമക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തം വയറിനെയാണ്. അതല്ല, ഞങ്ങളുടെ സ്റ്റൊമക്ക് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അന്നനാളം കഴിഞ്ഞ് ചെറുകുടലിന് മുമ്പുള്ള ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന അറയം മാത്രമാണ്. അത് സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആ അവയവത്തെയാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഉദരാശയം എന്ന് പറയുമ്പോൾ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ ആയതാണ്. ഗാൾ ബ്ലാഡർ ക്യാൻസർ നമ്മുടെ കേരളത്തിൽ ഗാൾ ബ്ലാഡർ ക്യാൻസേഴ്സ് വളരെ കുറവാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര കൂടുതൽ, പ്രത്യേകിച്ചും ഗംഗയുടെ തീരങ്ങളിൽ ഗാൾ ബ്ലാഡർ ക്യാൻസർ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കുറേയധികം പഠനങ്ങൾ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സെൻറ്റേഴ്സ് SGPG എന്ന് പറയുന്ന സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും PGI ചണ്ഡീഗഡ് ഇവരും വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് ഗംഗയുടെ തീരത്തുള്ള മലിനജലനം കൊണ്ടിട്ടും അതിൻ്റെ കൺസപ്ഷൻ കൊണ്ടിട്ടാണെന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ അങ്ങനെ നമ്മുടെ അത്രത്തോളം മലിനമല്ലാത്ത ജലമായതുകൊണ്ട് നമുക്ക് വേറെ രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. അത് വേറെ കാര്യം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഗാൾ ബ്ലാഡർ ക്യാൻസേഴ്സ് കുറവാണ്. പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് പക്ഷേ മറ്റ് ഭാഗങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലാണ്. പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് കൂടുതലും നമുക്ക് സ്മോക്കിങ്ങും ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കണ്ടുപിടിച്ചത്. മൂന്നാർ ഭാഗത്താണ്. 1980-കളിലാണ് ഇത് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാൻക്രിയാസിനകത്തുള്ള ജനിതക വ്യത്യാസം കണ്ടുപിടിക്കുകയും ആ ജനിതക വ്യത്യാസം നമ്മുടെ നാട്ടിൽ ആദ്യം കണ്ടുപിടിക്കുകയും മറ്റ് രാജ്യങ്ങൾ വഴിയും സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ പിന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അസുഖം തന്നെയാണ് ക്രോണിക്. അതിനകത്ത് ഈ ക്യാൻസർ വരാം. അതിന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു തിയറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ടപ്പിയോക്ക കൂടുതൽ കസാവയുടെ കൺസപ്ഷൻ കൂടുതലായതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഏരിയയിൽ കൂടുതലുണ്ടാകുന്ന. ആദ്യം കുറേ ഈ 80-കളിലൊരു തിയറി ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു, അത് ഡിസ്പ്രൂവ് ചെയ്തു, അങ്ങനെ അല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് തീരദേശങ്ങളിലാണ് കൂടുതലും നമ്മുടെ ഏരിയയിൽ ക്യാൻസറുകൾ കണ്ടുവരുന്നത്. പാൻക്രിയാറ്റിക് ക്യാൻസർ ആവട്ടെ, സ്റ്റൊമക് ക്യാൻസർ ആവട്ടെ, കോളറക്ടൽ ക്യാൻസർ ആവട്ടെ, കൂടുതലും അത് എൻ്റെ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. പഠനങ്ങളില്ലാത്തതിൻ്റെ റീസൺ ഞാൻ വീണ്ടും സംസാരിക്കാം. നമ്മുടെ രാജ്യത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഡിസീസസിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കാനുള്ള മെക്കാനിസംസോ റിസർച്ചുകളോ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നമുക്കൊരു റിസർച്ച് വിങ് ഉണ്ട്, ICMR എന്ന് പറഞ്ഞ വിങ് ഉണ്ട്, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്ന വിങ് ഉണ്ട്. നമുക്ക് റീജിയണൽ സ്ഥാപനങ്ങളുണ്ട്, ലൈക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്റർ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരുടെ പരിമിതി കൊണ്ടിട്ടാണോ എന്താണോന്ന് അറിയത്തില്ല, നമുക്ക് ഇങ്ങനെയുള്ള എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു, എന്തുകൊണ്ട് ഈ തീരദേശങ്ങൾ, എന്തുകൊണ്ട് ഇത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, ഇതൊന്നും നമ്മൾ തീക്ഷ്ണമായിട്ട് പരിശോധിച്ചിട്ടില്ല. നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല, അതിനകത്ത് മെനക്കെട്ടിട്ടില്ല. നമ്മൾ വരുന്ന രോഗി ചികിത്സിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു റിസർച്ച് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഡോക്ടർ പറയുന്നത് തീരദേശത്താണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ കേസസ് കണ്ടുവരുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്, മിക്ക ടൈപ്പ്. ഞാൻ പ്രതിപാദിക്കുന്ന ക്യാൻസറുകൾ കൂടുതലും പ്രദേശങ്ങളിൽ നിന്നാണ് കണ്ടുവരുന്നത്. അപ്പോൾ തീരദേശം എന്ന് കൊടുക്കും. ഈ റേറസിൻ്റെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളമുണ്ട്, ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ റേറസ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ലോകത്തിൻ്റെ 1/3 റിസർവ് ഉണ്ടെങ്കിലും നമ്മൾ എക്സ്പോർട്ട് 1% ചൈനയാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഖനനം ചെയ്യുന്നില്ല. ഖനനം ചെയ്യുന്നാൽ സേഫായിട്ട് ഖനനം ചെയ്യുന്നില്ല.
ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട് റേറസിൻ്റെ ഇത് മിസ്മാനേജ്മെൻറ്റിനെ പറ്റി. എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്നാണ് തോന്നുന്നു. അത് ഈ വർഷമാണ് മിസ്മാനേജ്മെൻറ്റിനെ പറ്റി. ഇത് അതായത് ഒരു 1/3 ഓഫ് ഇതുള്ള സ്ഥലത്ത് 1% ആണ് എക്സ്പോർട്ടുള്ളത്. അതായത് ഖനനം ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത്, ഇനി പ്യൂരിഫൈ ചെയ്ത സാധനം തന്നെ നമ്മുടെ പൊള്യൂഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ബേസിക് സംശയം ഈ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ ആണ്. സാധാരണക്കാരൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഡോക്ടർ കാണുന്നത് ഏതൊക്കെ രൂപത്തിൽ ഇത് വരാം, പിന്നെ ഈ സ്പ്രെഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ ഈ ഇത് ടിഷ്യൂ ആയിട്ടാണോ അതോ അത് ട്യൂമർ ആയിട്ടാണോ? സാധാരണക്കാരൻ എങ്ങനെയാണ് ക്യാൻസറിനെ മനസ്സിലാക്കുന്നത്? ഇപ്പം ബ്ലഡിലുണ്ടാകുന്ന ബ്ലഡ് ക്യാൻസേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മളൊരു മുഴയായിട്ടൊന്നും വരില്ല. ബ്ലഡിനകത്തുള്ള രക്താണുക്കളിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടിട്ടാണ്. അത് കൂടുതൽ അതിനകത്ത് മച്ചുവർ സെൽസിന് പകരം ബ്ലാസ്റ്റ് സെൽസ് ഉണ്ടായിട്ടാണ് ഇതുണ്ടാകുന്നത്. അവിടെ എങ്കിലും ട്യൂമർ നമ്മളൊരു മുഴ എന്ന് പറയുന്ന സംഭവം ഇല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുണ്ടാകുന്ന കൗൺസിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ സിവിയറിറ്റി കാര്യങ്ങളതൊക്കെ. അതുപോലെ മുഴയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ട്യൂമറുകളുണ്ട്. ഇപ്പം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സ്ട്രോമൽ ട്യൂമർ എന്ന് പറയുന്ന സ്ട്രോമർ, അത് കൂടുതലും ഈ ബൾക്കായിട്ടുള്ള മുഴയായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ പോലും നമ്മൾ അതിൻ്റെ ട്യൂമറിൻ്റെ ടോക്സിസിറ്റി, അതായത് ട്യൂമർ അഗ്രസീവ് ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഒന്ന് സൈസ്, 2 അതിൻ്റെ മൈറ്റോട്ടിക് ഇൻഡെക്സ് എന്ന് പറയും. അതായത് അതിൻ്റെ മൈക്രോസ്കോപ്പി, അതിൻ്റെ സെൽസിൻ്റെ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു 50 സെൽസ് എടുത്ത് നോക്കുമ്പോൾ ഇത്ര സെൽസിനകത്ത് ഈ ഒരു സെല്ല് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൈറ്റോപ്ലാസം കാണും, ന്യൂക്ലിയസ് കാണും. സാധാരണക്കാരൻ അപ്പൊ രൂപങ്ങൾ പറഞ്ഞാൽ മതി, ഏതൊക്കെ ഫോമിലാണ് ഈ പറഞ്ഞ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്യൂമർ എന്ന് പറഞ്ഞാൽ ബൾക്കി ട്യൂമറാണ്. അത് അതിൻ്റെ സൈസിനെയും ഇതുപോലുള്ള അതിനകത്തുള്ള മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള വ്യത്യാസങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറ്റ് ഭാഗങ്ങളിലുള്ള ഇപ്പം കൊളറക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പത്തിലൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് മുന്തിരിക്കൊല പോലെ ഇതുണ്ടായിട്ട് അതിൻ്റെ ചുറ്റും കട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ടിഷ്യൂ ആയിട്ടാണ് മാറുന്നത്. ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസറും അതുപോലെയാണ്. അത് കുറച്ചുകൂടെ ആമാശയത്തിന് വികസിക്കാനുള്ള സ്പേസ് ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ ബൾക്കിയായിട്ട് വളരാനുള്ള സാധ്യത കൂടുതലാണ്. ലിവറിനകത്തുണ്ടാകുന്ന ക്യാൻസറുകൾ 2-3 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള, അതായത് ലിവറിൻ്റെ തന്നെ വലിപ്പം കൂടാതെ തന്നെ ലിവറിനകത്ത് നിന്നുകൊണ്ട് പ്രത്യക്ഷപ്പെടും. പക്ഷേ ലിവറിന് തന്നെ വലിപ്പം കൂട്ടുന്ന ക്യാൻസറുകളുമുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്യൂമർ ഹെപ്പാറ്റിക് റേഷ്യോ എന്ന് പറയും. അപ്പോൾ ലിവറിനകത്തുണ്ടാകുന്ന ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂമർ ഹെപ്പാറ്റിക് റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. അതായത് നല്ല ലിവർ ഇത്ര ശതമാനം, ചീത്ത ലിവർ അതായത് ട്യൂമർ വന്ന ലിവർ ഇത്ര ശതമാനം, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റണോ വേണ്ടോ എന്നൊക്കെ ചെയ്യും. അതായത് ബാക്കി വെക്കുന്ന ലിവർ നല്ലതായിരിക്കണം, ആവശ്യത്തിന് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം ഉണ്ടായിരിക്കണം. അപ്പം ഓരോ സ്ഥലത്തും ഇത് പേഷ്യൻ്റ് അതിന് അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല, ദേഹത്ത് ചൊറിച്ചിലോ മഞ്ഞപ്പിത്തം കൂടിയതോ മഞ്ഞപ്പിത്തത്തിൻ്റെ ക്വാണ്ടിറ്റിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് നമുക്ക് പേഷ്യൻ്റെ അടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇന്നടത്ത് തപ്പി നോക്കി എത്ര വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇന്നതാണ് അല്ലെങ്കിൽ ഇത്ര വ്യാപിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. ഈ ട്യൂമറായിട്ട് അത് സെല്ലിങ്ങനെ ചുരുങ്ങി കൂടി വരുന്നതായിട്ടാണ് പല സ്ഥലത്തും വരുന്നത്. അതെ. ഇത് ഈ സ്പ്രെഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് സ്പ്രെഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്, അതായത് നമ്മൾ പൊതുവേ 3rd സ്റ്റേജ് ഡിസീസ് എന്ന് പറയും. അതായത് ഇമ്മീഡിയറ്റ്ലി ഇരിക്കുന്ന ഭാഗത്ത് തന്നെ വലുതാവുന്നതിനാണ് ഈ ലോക്കലി അഡ്വാൻസ് ട്യൂമർ എന്ന് നമ്മൾ പറയും. അതേസമയം മറ്റൊരു ഓർഗനിലോട്ട് വ്യാപിക്കുകയാണെങ്കിൽ സ്റ്റേജ് 4 ഡിസീസ് എന്ന് പറയും. ആ സ്റ്റേജ് 4 ഡിസീസ് തന്നെ നട്ടലിലോട്ട് വ്യാപിക്കാം, തലച്ചോറിലോട്ട് വ്യാപിക്കാം, ലിവറിനകത്തോട്ട് വ്യാപിക്കാം, മറ്റ് ഭാഗങ്ങളിലോട്ട്, ഇതെല്ലാം സ്റ്റേജ് 4 ഡിസീസ്. സാധാരണ രീതിയിൽ സ്റ്റേജ് 4 ഡിസീസ് കൊളറക്ടൽ ഒഴിച്ച് നമ്മൾ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. കൊളറക്ടലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചേസ് ചെയ്യുമെന്നോ, നമ്മൾ അതിൻ്റെ പുറകെ പോയി പിടിക്കും. അതേസമയം മറ്റ് ഭാഗങ്ങളുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഈ സ്റ്റേജ് 4 ആയിക്കഴിഞ്ഞ് നമ്മളകത്ത്. അപ്പം ഈ ലോക്കലി അഡ്വാൻസ് ക്യാൻസർ ആണെങ്കിൽ ഒരു പരിധി വരെ ട്രീറ്റബിളാണ്. ഒന്നിൽ അതിനെ റേഡിയേഷൻ കൊണ്ടിട്ട് ചുരുക്കി പിന്നെ അതെടുത്ത് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ റേഡിയേഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റാണ്.
അത് ഇങ്ങനെ കടന്നു പോകുന്ന വഴികൾ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ കടലകൾ വഴിയിട്ടാണ്. പിന്നെ അത് ബ്ലഡിലോട്ട് വ്യാപിച്ച് ഈ ബ്ലഡ് വഴിയാണ് മറ്റു ഭാഗങ്ങളിലോട്ട്, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് പോകുന്നത്. സ്റ്റേജ് 4 എത്തിയാൽ പിന്നെ പ്രതീക്ഷയില്ല എന്നാണോ ഡോക്ടർ? കൊളറക്ടലിന് ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റൊമക്ക് വലിയൊരു അറ ആയതുകൊണ്ട്, സ്റ്റൊമക്കെന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ അല്ലല്ല, ഞാൻ സ്റ്റൊമക്കെന്ന് ഉദ്ദേശിക്കുന്ന ആമാശയത്തെയാണ്. മറ്റ് സാധാരണ ഒരാൾ സ്റ്റൊമക്കെന്ന് പറയുന്ന മൊത്തം വയറിനെ പറയുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കൂടുതലും അതിനകത്ത് ഛർദിയായിട്ടായിരിക്കും. ഒന്നുകിൽ ഒരു മുഴയായിട്ട് പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒരു ഛർദിയായിട്ട് പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ രക്തഛർദ്ദിച്ച് പ്രത്യക്ഷപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ നടുവേദനയായിട്ട് പ്രത്യക്ഷപ്പെടാം. അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഔട്ട്ലെറ്റിനുണ്ടാകുന്ന തടസ്സം കൊണ്ടിട്ട് അതിനെ പിഴിഞ്ഞ് അപ്പുറത്തോട്ട് വരുത്താൻ വേണ്ടി പ്രകൃതി ഉണ്ടാക്കുന്ന ആ കൺട്രാക്ഷൻസ് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെ ഇതൊന്നുമില്ലാതെ വിളർച്ചയായിട്ട് അനുഭവപ്പെടാം. കാരണം വെച്ചാൽ അതിനകത്ത് രക്തം മറന്നു പോകും, പക്ഷെ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ വിളർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടാം. ഇത് മറ്റ് തൊട്ടടുത്തുള്ള അവയവങ്ങളോട്ട്, ഇപ്പം പിത്തക്കുഴലിലോട്ടെങ്ങാണ് അങ്ങനെ വ്യാപിക്കുന്ന സ്റ്റൊമക്ക് ക്യാൻസറുണ്ട്. വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം പേഷ്യന്റിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ വരുന്നത് ഡോക്ടർ പറഞ്ഞാല് പല സിംറ്റവും വളരെ കോമൺ സിംറ്റമാണ്. അതായത് പല റീസൺസ് കൊണ്ട് വരാവുന്നതാണ്. അപ്പൊ ഏത് സ്റ്റേജിലാണ് ഇതൊരു ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പെർസിസ്റ്റന്റ് സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക തന്നെ, പെർസിസ്റ്റന്റ് സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക തന്നെ വേണം. ഡോക്ടറെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ പേഷ്യന്റിനെ സംബന്ധിച്ചോളം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓങ്കോ സർജനെ കാണണോ, അല്ലാത്ത GI സർജനെ കാണണോ, അല്ലെങ്കിൽ ഇന്റർവെൻഷൻ റേഡിയോളജി? അവിടെയും നമ്മുടെ സിസ്റ്റത്തിനകത്തൊരു പ്രയോജനമുണ്ട്, അപാകതയുണ്ട്. അതായത് ഇന്ത്യയിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും നേരിട്ട് കാണാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ UK അങ്ങനെയല്ല. നിങ്ങൾ പ്രൈമറി ഫിസിഷ്യനെ, നിങ്ങളുടെ GPയെ ആദ്യമേ ജനറൽ ഫിസിഷ്യനെ നേരിട്ട് കണ്ടതിന് ശേഷം അദ്ദേഹം റെഫർ ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ റെഫറൽ മെക്കാനിസം ഉണ്ടാവും. ഇന്ന ന്യൂറോ സർജനാണ് ഇത്, അദ്ദേഹം റെഫർ ചെയ്യുന്ന ഏരിയയിലോട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈമറി ഫിസിഷ്യൻ നമ്മുടെ എല്ലാ സിസ്റ്റവുമാണ് ഒരുമിച്ച് നോക്കുന്നത്. നമുക്ക് ലങ്സിൻ്റെ പ്രശ്നം ഉണ്ടാവാം, ചിലപ്പം വയറ്റിനകത്ത് പ്രശ്നം ഉണ്ടാവാം, നമുക്ക് വയറ്റിനകത്തുള്ള പ്രശ്നം അനുഭവപ്പെടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഏരിയയായിട്ടുള്ള പ്രയാസം കൊണ്ടാവാം. ഇത് ഒരു പ്രൈമറി ഫിസിഷ്യന് ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അയാൾ എല്ലാ സിസ്റ്റത്തെയും ഒരുമിച്ച് നോക്കുന്നത് കാരണം. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ടൊരു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പം ഞാൻ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സർജൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലും പെട്ടെന്ന് ചിന്തിക്കുക എൻ്റെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അസുഖമുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. പിന്നെ നമ്മളെ സിസ്റ്റം റൂൾ ഔട്ട് ചെയ്തിട്ട് മറ്റ് സിസ്റ്റത്തെ പറ്റി ആലോചിക്കുക കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ദോഷവും കൂടിയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഒരു പൗരനെ സംബന്ധിച്ചോളം ഇത് ആരെ കാണണം എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു, അതൊരു ജനറൽ ഫിസിഷ്യനെ ആദ്യം കണ്ടതിന് ശേഷം അവരുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു ടഗ് ഓഫ് വാറുണ്ട്, ഫൈറ്റ് ഉണ്ട്. അതായത് സർജൻ്റെ അടുത്ത് പോകണോ ഫിസിഷ്യൻ്റെ അടുത്ത് പോകണോ എന്നുള്ളത്. പൊതുവെ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി ഡയഗ്നോസ് ചെയ്ത് സർജൻ്റെ അടുത്തോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പതിവാണ് ഉള്ളത്. പക്ഷെ അവിടെയും നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ളൊരു പ്രശ്നം ഒരു ഗവേൺഡ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് ഇതിനകത്തൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ ഡൈവേർട്ട് ചെയ്യാം നടക്കുന്നുണ്ട്. നേരത്തെ ചോദിച്ചതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ക്യാൻസർ സർജൻ എന്ന നിലയ്ക്ക് കേരളത്തിലെ ക്യാൻസർ കൂടുതലാണ്, കേരളം ഒരു ക്യാൻസർ ക്യാപിറ്റലാണെന്ന് പറയുന്നത്. എന്തൊക്കെ, ഞാൻ ഭക്ഷണം മാത്രമല്ല ചോദിക്കുന്നത്, എന്തൊക്കെയാണ് മലയാളികൾ പാലിക്കേണ്ട രീതികൾ? അത് ഭക്ഷണത്തിലാകാം, അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന്റെ കാര്യത്തിലാകാം. ഒന്ന്, നല്ല ഭക്ഷണം, നേരത്തെ പറഞ്ഞ കണക്ക് നാരുള്ള പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുക, നല്ല പ്രോട്ടീൻ കൂടുതൽ ഉപയോഗിക്കുക, മാംസം മിതമാക്കുക. മാംസം ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല, മാംസം മിതമാക്കുക, മാംസം ഉപയോഗിക്കുന്ന രീതി നിജപ്പെടുത്തുക. ഇന്ന രീതിയിൽ മാത്രമേ നമ്മൾ മാംസം കുക്ക് ചെയ്ത് ഉപയോഗിക്കുക. ഈ പറഞ്ഞ കണക്ക് അധികമായ ഓയിൽ ചേർക്കാതെ കുക്ക് ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെയുള്ള സാധന ഭക്ഷണ പദാർത്ഥം. പിന്നെ കൃത്യമായ അളവിലും കൃത്യമായ ഇൻ്റർവെൽസും ഭക്ഷണം ഉപയോഗിക്കുക.